മാതർമേ മധുവൈകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनमथे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे सुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्तेऽम्बिके. നിസുംഭന്മാരെ രണ്ട് അസുരന്മാരെയും വധിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിനു മുഴുവൻ സമാധാനമായി. ദേവന്മാരൊക്കെ ദേവിയെ സ്തുതിച്ചു തുടങ്ങി എന്ന് കഥ പറയുകയാണ് ഋഷി രാജാവിനോട്. ഋഷിരുവാച ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുരാ വന്യപുരോഗമാസ്താം കാർത്യായനീം തുഷ്ടുകുരിഷ്ടലാഭാത് വികാസി ഭക്താംശു വികാസിതാശാഹ. ആ മഹർഷി കഥ തുടർന്ന് പറയുകയാണ്. ദിവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ, തത്ര മഹാസുരേന്ദ്രേ, ആ അസുരശ്രേഷ്ഠൻ മഹാസുരേന്ദ്രൻ, ചെറിയ വലിയതായിട്ടുള്ള അസുരശ്രേഷ്ഠൻ. മഹാസുരം എന്നല്ല, അസുരൻ എന്നാണ് അർത്ഥപദം മുറിക്കുമ്പോൾ വരിക. ആ മഹാസുരനായിട്ടുള്ള ആ സുംഭൻ വധിക്കപ്പെട്ടപ്പോൾ, മഹാസുരേന്ദ്രേ ദേവ്യാഹതേ, ദേവിയാൽ ഹതനായപ്പോൾ, വധിക്കപ്പെട്ടപ്പോൾ, സേന്ദ്രാസുരാഹ, ദേവന്മാരൊക്കെ കൂടിയിട്ട്, ഇന്ദ്രനോടുകൂടിയ ദേവന്മാരുടെ രാജാവാണല്ലോ ഇന്ദ്രൻ, ആ ദേവന്മാരെല്ലാം ചേർന്ന് സേന്ദ്രാഹ, ഇന്ദ്രനോടുകൂടിയതായ ദേവന്മാരെല്ലാം തന്നെ വന്നി പുരോഗമാഹ, വന്യയെ മുൻനിർത്തിക്കൊണ്ട്, വന്യയിൽ കൂടെയാണ് എല്ലാ പൂജകളും എത്തിക്കണത് ദേവന്മാർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ വന്യയാണ് വന്യയെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, വന്യപുരോഗമാഹ, വന്യയെ മുൻപിൽ നിർത്തിക്കൊണ്ട്, വന്യപുരോഗമാഹ താം കാർത്യായനീം, ആ കാർത്യായനിയെ തുഷ്ടുവുഹു സ്തുതിച്ചു. തുഷ്ടുവുഹു, തുഷ്ടാവ തുഷ്ടുവതു, തുഷ്ടുവു സ്തുതിച്ചു എന്ന്. ഇഷ്ടലാഭാത്, അവരുടെ ഇഷ്ടങ്ങളെല്ലാം സിദ്ധിക്കുക കൊണ്ട്, അതായത് അസുരന്മാരെ അവരെ നിരന്തരമായി ദ്രോഹിച്ചു കൊണ്ടിരുന്നതായ അസുരന്മാരെയൊക്കെ വസിച്ചതുകൊണ്ട് അവരുടെ ഇഷ്ടം സാധിച്ചു. ആ ദേവലോകം തിരിച്ചു കിട്ടി. അപ്പം അങ്ങനെ സന്തുഷ്ടരായിട്ടുള്ള ദേവന്മാർ വികാസി വക്രാംശു വികാസിതാശാഹ, വികാസി വക്രം, വിടർന്നതായ മുഖങ്ങൾ, ആ മുഖങ്ങൾ കൊണ്ട് വക്രാംശു, മുഖങ്ങളുടെ അംശു പ്രഭ, ആ പ്രഭ കൊണ്ട് വികാസിത ആശാഹ, ആശകളെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട്, എല്ലാ ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, ആ ദേവന്മാരുടെയൊക്കെ മുഖം തെളിഞ്ഞിട്ട് അവരുടെ ആ മുഖത്തിൻ്റെ അംശുക്കൾ ദിക്കുകളെ കൂടി പ്രകാശിപ്പിച്ചു എന്നാണ്. വികസിച്ചതായ വക്രം, അതിൻ്റെ അംശുകൊണ്ട്, രശ്മികൾ കൊണ്ട് വികസിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായ ആശകളോടുകൂടിയ ദിക്കുകളോടുകൂടിയ ദേവന്മാർ ദേവിയെ, കാർത്യായനിയെ സ്തുതിച്ചു. കാർത്യായനി ദേവിയെ സ്തുതിച്ചു എന്ന് പറയണം. ദേവ ഊജുഹു, എങ്ങനെയാണ് ഇനി സ്തുതിച്ചത് എങ്ങനെയാണെന്ന് പറയണു. ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ പ്രസീദ മാതർജഗതോഖിലസ്യ പ്രസീദ വിശ്വാരണി പാഹി വിശ്വം തുമീശ്വരീ ദേവി ചരാചരസ്യ. ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ, പ്രപന്നന്മാരെ സമീപിച്ചവരുടെ ആർത്തിയെ, ദുഃഖത്തെ എല്ലാം ഹരിക്കുന്നതായ, ഇല്ലാതാക്കുന്നതായ അല്ലയോ ദേവി, ശരണം പ്രാപിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന അല്ലയോ ദേവി. പ്രസീദ, പ്രസാദിച്ചാലും. പ്രസീദ മാതർ ജഗതോഖിലസ്യ, അഖിലസ്യ ജഗതഃ മാതഃ, എല്ലാ ലോകത്തിൻ്റെയും മാതാവായിട്ടുള്ള, അമ്മയായിട്ടുള്ള അല്ലയോ ദേവി, പ്രസാദിച്ചാലും. പ്രസീദ വിശ്വാരണി, വിശ്വത്തിൻ്റെ അരണിയായിട്ടുള്ള അല്ലയോ ദേവി, വിശ്വത്തിൻ്റെ അരണി എന്ന് പറഞ്ഞാൽ വിശ്വത്തെ മുഴുവൻ ഉത്ഭവിപ്പിക്കുന്നതായിട്ടുള്ള ഈ വിശ്വം മുഴുവൻ ദേവിയിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അരണിയിൽ നിന്ന് അഗ്നി ഉണ്ടാവുന്നത് പോലെ ഈ വിശ്വം മുഴുവൻ ദേവിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ്. ആ അഗ്നി അരണിയിൽ നിന്നുണ്ടാവുന്നത് പോലെ വിശ്വം മുഴുവൻ ദേവിയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പം അങ്ങനെ
ആ വിശ്വത്തിൻ്റെ മുഴുവൻ ഉത്ഭവസ്ഥാനമായിട്ടുള്ള, അല്ലയോ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ആ മായ എന്നുള്ളതായിട്ടുള്ള ആ ദേവിയായിട്ടുള്ള, അല്ലയോ കാർത്യായനി പ്രസീത, സാധിച്ചാലും പാഹി വിശ്വം, വിശ്വത്തെ മുഴുവൻ പാലിച്ചാലും, ത്വം ഈശ്വരീ ദേവി ചരാചരസ്യ, ത്വം ചരാചരസ്യ, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരിയാണ് ദേവി. ദേവി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരി എന്ന്. ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ യഥ സ്ഥിതാസി അപം സ്വരൂപസ്ഥിതയാ ത്വയൈതദാപ്യായതേ കൃഷ്ണം അലംഘ്യ വീര്യേ. ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ, ഈ ലോകത്തിൻ്റെ മുഴുവൻ ആധാരം തന്നെയാണ് ഭഗവതി എന്നാണ്. എങ്ങനെയാണ് ആധാരമായിട്ട് വർത്തിക്കുന്നത് എന്ന് വെച്ചാൽ, മഹീസ്വരൂപേണ, ഈ ഭൂമി എന്നുള്ളത് ദേവിയുടെ തന്നെ സ്വരൂപമാണ്, ദേവിയുടെ തന്നെ ഭാവഭേദം, ഒരു രൂപഭേദമാണ് ഈ ഭൂമി മുഴുവനും. ആ ഭൂമി ആധാരമാണ് എന്നുള്ളത് കൊണ്ട് ആ ഭൂമിയിലുള്ളതായ എല്ലാറ്റിനും ആശ്രയം, ആധാരം ദേവിയാണ് എന്നുള്ളതാണ്. ആധാരഭൂത മഹീസ്വരൂപേണ, മഹി എന്നുള്ളതായിട്ടുള്ള ഭൂമി എന്നുള്ളതായിട്ടുള്ള സ്വരൂപത്തെ ധരിച്ചിട്ടുള്ളതായ ദേവി ഈ ലോകത്തിന് മുഴുവൻ ആധാരമാണ്. അപ്പം സ്വരൂപസ്ഥിതയാ ത്വയൈതദാപ്യായതേ കൃഷ്ണം അലംഘ്യവീര്യേ. അലംഘ്യവീര്യേ, അലംഘ്യമായ വീര്യത്തോടു കൂടിയ, അല്ലയോ ദേവി, ലംഘിക്കാൻ വയ്യാത്തതായ വീര്യത്തോടു കൂടിയ, അല്ലയോ ദേവി, ത്വയാ ഏതത് അപാം സ്വരൂപസ്ഥിതയാ, അപ്പിൻ്റെ, അപ്പെന്ന് വെച്ചാൽ ജലം, ജലത്തിൻ്റെ സ്വരൂപത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള ഭഗവതി, ഭൂമിയുടെ സ്വരൂപവും, ഭൂമിയും ദേവിയുടെ സ്വരൂപമാണ്, ജലവും ദേവിയുടെ സ്വരൂപം തന്നെയാണ് എന്ന് പറയുകയാണ്. എല്ലാം ദേവിയുടെ സ്വരൂപമാണ് എന്നുള്ളതാണ്. അപ്പോൾ അപാം സ്വരൂപസ്ഥിതയാ, ജലത്തിൻ്റെ സ്വരൂപത്തിൽ വർത്തിക്കുന്നതായ ദേവിയാൽ ആപ്യായതേ കൃഷ്ണം ഇതം, ഈ കൃഷ്ണമായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ആപ്യായതേ സംരക്ഷിക്കപ്പെടുന്നു, ഭഗവതിയാൽ തന്നെ ആപ്യായതേ. ഇനി ത്വം വൈഷ്ണവീ ശക്തി അനന്തവീര്യ വിശ്വസ്യ വീര്യം പരമാസി മായ ത്വന്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിദൈവ. ത്വം വൈഷ്ണവീ ശക്തി, വിഷ്ണുവിൻ്റെ ശക്തി, അതും ദേവി തന്നെയാണ്. വൈഷ്ണവീ ശക്തി, വൈഷ്ണവിയായിട്ടുള്ള ശക്തിയും ദേവി തന്നെ. അനന്തവീര്യ, അനന്തമായ വീര്യത്തോടു കൂടിയ ആ വൈഷ്ണവീ ശക്തിയും ഭവതി തന്നെ. വിശ്വസ്യ വീര്യം പരമാസിമായ, വിശ്വത്തിൻ്റെ മുഴുവൻ പരമമായിട്ടുള്ള ആ വീര്യം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ വീര്യം ഭവതി തന്നെയാണ്, ദേവി തന്നെയാണ്. ത്വന്മോഹിതം ദേവി സമസ്തമേതത്, ഈ പ്രപഞ്ചം മുഴുവൻ മോഹിക്കപ്പിക്കപ്പെടുന്നത് ദേവി തന്നെയാണ്. മായ ആണ് എല്ലാറ്റിനെയും മോഹിപ്പിക്കുന്നത്. അപ്പോൾ ആ മായ മോഹിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാറ്റിനെയും, പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ആ മായ ഭവതി തന്നെയാണ്, ദേവി തന്നെയാണ്. ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിദൈവ. പ്രസന്നാത്വം, പ്രസന്നയാകുന്ന ദേവി തന്നെയാണ്. ഭുവി മുക്തിദ ഏവ, ഭൂമിയിൽ മുക്തിയെ നൽകുന്നതും, എല്ലാവർക്കും മുക്തിയെ നൽകുന്നതും ദേവി പ്രസന്നയാകുമ്പോൾ ആ മായാബന്ധം വിട്ട് മുക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ മുക്തിയെ നൽകുന്നതും ദേവി തന്നെയാണ്. വിദ്യാ സമസ്താസ്തവ ദേവി ഭേദാ സ്ത്രിയ സമസ്താ സകലാ ജഗത്സു ത്വയൈകയാ പൂരിതമംബയൈത കാതേ സ്തുതി തവ്യപരാ പരോക്തി. വിദ്യാ സമസ്താഹ, എല്ലാ വിദ്യകളും, അനവധി വിദ്യകളുണ്ട്, ആ എല്ലാ വിദ്യകളും തവ ഭേദാഹ, ദേവിയുടെ ഭേദം തന്നെയാണ്. ഈ കാർത്യായനി ദേവിയുടെ വിദ്യ എന്നുള്ളത് മുഴുവൻ ദേവിയുടെ ഭേദങ്ങൾ തന്നെയാണ്. ഓരോരോ ഭേദങ്ങളാണ് എല്ലാ വിദ്യകളും എന്നുള്ളതാണ്. സ്ത്രീയ സമസ്താഹ, എല്ലാ സ്ത്രീകളും ദേവിയുടെ ഭേദങ്ങളാണ് എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളിലും ദേവി തന്നെയാണ് വർത്തിക്കുന്നത്. സ്ത്രീയ സമസ്താഹ സകലാ ജഗത്സു, ജഗത്തിലുള്ളതായിട്ടുള്ള എല്ലാ സ്ത്രീകളും അങ്ങയുടെ ഭേദങ്ങൾ തന്നെയാണ്. ത്വയൈകയാ പൂരിതമംബയാ ഏതത്, അംബയാ മാതാവായിട്ടുള്ള അങ്ങയാൽ തന്നെ ഈ ജഗത്ത് മുഴുവൻ വ്യാപ്തമായിരിക്കുന്നു, പൂരിതമായിരിക്കുന്നു, വ്യാപിച്ചു കിടക്കണു. ദേവി തന്നെയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ
വ്യാപിച്ചു കിടക്കുന്നത്. പൂരിതം അമ്പയാ ഏതത് കാതേ സ്തുതി. അങ്ങയുടെ സ്തുതി, സ്തുതി എന്ന് പറയുന്നത് എന്താണ്? അത് അങ്ങയെ സ്തുതിക്കാനുള്ളതായിട്ടുള്ള വാക്കുകളൊന്നും ഇല്ല എന്ന് പറയാണ്. കാതേ സ്തുതി, അങ്ങയുടെ സ്തുതി എന്ന് പറയുന്നത് എത്ര നിസ്സാരാണ്. അത് വളരെ അങ്ങയെ കുറിച്ച് വേണ്ട വിധത്തിൽ സ്തുതിക്കുന്നതിനുള്ളതായിട്ടുള്ള ആ വാക്കുകൾ ഇല്ല എന്നുള്ളതാണ്. സ്തവ്യപരാ പരോക്തി, പരോക്തി, ആ ശ്രേഷ്ഠമായിട്ടുള്ള ഉക്തികളൊക്കെ സവ്യപരങ്ങളാണ്. എല്ലാ ഉക്തികളും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതൊക്കെ ഭഗവതിയുടെ, ദേവിയുടെ ഉക്തികളാണ് എന്നാണ്. ഉക്തികൾ എന്നുണ്ടെങ്കിൽ അതൊക്കെ ദേവിയുടെ സ്തുതിയായിട്ടേ വരൂ എന്നുള്ളതാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.